ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡ്രൈവിംഗ് ട്യൂട്ടോറിയലാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി 2 വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് വീഡിയോ ഗിയർ കൺട്രോളിങ്ങിനെ കുറിച്ചിട്ടൊക്കെ ആയിരുന്നു. സെക്കൻഡ് വീഡിയോ ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ ഇതിനെ കുറിച്ചിട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റിയറിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. സ്റ്റിയറിങ്ങിൻ്റെ കൺട്രോളിങ് എങ്ങനെയാണ്, ബാലൻസിങ് എങ്ങനെയാണെന്നൊക്കെയുള്ളതിനെ കുറിച്ചിട്ട്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോ ബിഗിനേഴ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആയൊരു വീഡിയോ ആണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ സ്റ്റിയറിങ്ങിൻ്റെ ബാലൻസ് മെയിനായിട്ട് പോവുക എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗിയർ മാറ്റുന്ന സമയത്താണ്. അപ്പോൾ അതിന് നമുക്ക് ബിഗിനേഴ്സിനാണ് കൂടുതൽ അങ്ങനെ സംഭവിക്കാറ്. നമ്മൾ ഗിയർ മാറ്റുമ്പോൾ സ്റ്റിയറിങ്ങിൻ്റെ ബാലൻസ് പോവും. അതിനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടും കൂടെ നമുക്ക് ഒരുമിച്ച് ശ്രദ്ധിക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ ഗിയർ മാറ്റുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ഇപ്പോൾ സെക്കൻഡ് ഗിയറിലാണോ തേർഡ് ഗിയറിലാണോ എന്നുള്ള ശ്രദ്ധയായിരിക്കും നമുക്ക്. അപ്പോൾ നമ്മൾ സ്റ്റിയറിങ്ങിൻ്റെ ബാലൻസ് വിട്ടിട്ട് നമ്മൾ ഗിയറിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുമ്പോഴാണ് പ്രധാനമായിട്ട് നമുക്ക് സ്റ്റിയറിങ്ങിൻ്റെ ബാലൻസ് പോണത്. പിന്നെ നമുക്ക് കൺഫ്യൂഷൻ ആവുന്നത് നമ്മൾ ഇപ്പോൾ റോഡ് എങ്ങോട്ടാണ് വളഞ്ഞിരിക്കുന്നത്, അപ്പോൾ എങ്ങോട്ടാണ് സ്റ്റിയറിങ് നമുക്ക് തിരിക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷൻസ് കൂടെ വരും. അപ്പോൾ ഇന്ന് നമുക്ക് റോഡിലൂടെ പോകുമ്പോൾ ഏത് സൈഡിലേക്കാണ് സ്റ്റിയറിങ് മാറ്റേണ്ടത്, അതുപോലെ തന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്ക് സ്റ്റിയറിങ് കൺട്രോൾ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം നമ്മൾ സ്റ്റിയറിങ് എങ്ങനെയാണ് സ്റ്റഡി ആക്കുക എന്നുള്ളത് നോക്കാം. കണ്ടില്ലേ, ഈ ഒരു പൊസിഷനാണ് നമ്മൾ സ്റ്റിയറിങ് സ്റ്റഡി ആക്കുക എന്ന് പറയണേ. ഇങ്ങനെ കറക്റ്റായിട്ട് ഇപ്പോൾ എംബ്ലം കണ്ടില്ലേ, ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു പൊസിഷനാണ് സ്റ്റഡി. ഇങ്ങനെ സ്റ്റിയറിങ് നമ്മൾ സ്റ്റഡി ആക്കുമ്പോൾ എന്താണ് ഉണ്ടാവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാറിൻ്റെ 4 വീൽസും കറക്റ്റായിട്ട് നിൽക്കും. നമ്മൾ എവിടെയെങ്കിലും വണ്ടി നിർത്തിയിടുകയാണെങ്കിലൊക്കെ നമ്മൾ സ്റ്റഡി ആക്കിയിട്ട് വേണം. അപ്പോൾ സ്റ്റിയറിങ് സ്റ്റഡി ആക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീൽസ് സ്റ്റഡി ആക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ കറക്റ്റായിട്ട് ഈ ഒരു പൊസിഷനിൽ നമ്മൾ കൊടുക്കണം. ഇപ്പം നമ്മൾ ഇടത്തോട്ട് തിരിക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെയാണ് നമ്മൾ തിരിക്കുക. ചെറുതായിട്ടൊന്ന് തിരിച്ചു കൊടുക്കുക ചെറിയ വളവാണെങ്കിൽ. അതുപോലെ തന്നെ വലത്തോട്ടാണെങ്കിലും അത് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് തിരിച്ചു കൊടുക്കുക ചെറിയ വളവുകളാണെങ്കിൽ. അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ വലിയ വളവുകളൊക്കെ തിരിക്കേണ്ടി വരും, ഹെയർ പിൻ വളവ് പോലെ. അപ്പോൾ അതെങ്ങനെ തിരിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കൈ ഇവിടെ വയ്ക്കണം. ഇതാണ് നമ്മൾ ഏറ്റവും ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്. എന്നാലും നമ്മൾ എത്ര ടൈംസ് തിരിച്ചു നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവൂ. ഇതൊരു റെഫറൻസ് പോലെ നമ്മൾ കൈ ഇങ്ങനെ വെച്ച് കണ്ടില്ലേ കറക്റ്റായിട്ട് തിരിച്ചു. ഇപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ഫുള്ളായിട്ട് സ്റ്റിയറിങ് തിരിച്ചു. ഇനി നമുക്ക് തിരിച്ചു അതേപോലെ തന്നെ ഈസി ആയിട്ട് എടുക്കാം. ഇതേപോലെ ജസ്റ്റ് ഒന്ന് തിരിക്കുക. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ കൈ നമ്മൾ എവിടെ നിന്നാണോ എടുത്തത് അതുപോലെ തന്നെ വന്നു. നമ്മൾ എപ്പോഴും റൈറ്റ് ഹാൻഡ് ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് ഈ സൈഡിൽ തന്നെ നമ്മളിങ്ങനെ പിടിക്കണം. നമ്മൾ സ്റ്റിയറിങ് ഒരു പ്രാവശ്യം മുഴുവനായിട്ട് തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സ്റ്റഡി ആക്കാൻ മറക്കരുത്. ഇപ്പം നമ്മൾ റൈറ്റ് സൈഡിലോട്ട് ചെയ്ത പോലെ തന്നെയാണ് ലെഫ്റ്റ് സൈഡിലോട്ടും ഇതുപോലെ തന്നെ നമ്മൾ മുഴുവനായിട്ട് തിരിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റിയറിങ് നമ്മൾ സ്റ്റഡി ആക്കുമ്പോഴാണ് നമ്മുടെ കാറിൻ്റെ 4 വീൽസും കറക്റ്റായിട്ട് നിൽക്കുക. ഇനി നമുക്ക് തിരിച്ചു നോക്കാം. ഇതൊന്ന് ഇപ്പോൾ നമ്മൾ മുഴുവനായിട്ട് തിരിച്ചു. ഇനി നമ്മൾ അതേപോലെ തന്നെ അങ്ങോട്ടും സ്റ്റഡി ആക്കി. അതുപോലെ തന്നെ നമുക്ക് റൈറ്റ് സൈഡിലോട്ടും തിരിക്കാം. നമ്മൾ സ്റ്റഡി ആക്കി. ഇത്രയേ ഉള്ളൂ സ്റ്റിയറിങ്ങിൻ്റെ കാര്യം. ഇത് നമ്മൾ റോഡിലൂടെ പോകുമ്പോഴും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. സ്റ്റിയറിങ്ങിൻ്റെ കൺട്രോൾ മുഴുവനായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടാനാണ് നമ്മൾ 2 കൈയും കൊണ്ട് സ്റ്റിയറിങ് പിടിക്കണമെന്ന് പറയാൻ കാരണം. എക്സ്പീരിയൻസ് ഡ്രൈവേഴ്സിനാണെങ്കിൽ കുഴപ്പമില്ല, ഒരു കൈ കൊണ്ട് സ്റ്റിയറിങ് പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് ഗിയർ കൺട്രോൾ ചെയ്യുകയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ബിഗിനേഴ്സിന് എപ്പോഴും സ്റ്റിയറിങ് 2 കൈ കൊണ്ട് കൺട്രോൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ പെട്ടെന്ന് ബ്രേക്ക് കൊടുക്കുമ്പോൾ കാർ ഒരു സൈഡിലേക്ക് നീങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കൺട്രോൾ കിട്ടില്ല. അതുകൊണ്ടാണ് 2 കൈ ഉപയോഗിച്ച് സ്റ്റിയറിങ് കൺട്രോൾ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ പിന്നെ നമ്മുടെ കയ്യിലാണ് കാറിൻ്റെ ഫുൾ കൺട്രോൾ. അപ്പോൾ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് ഒരു കൈ കൊണ്ട് മാത്രം നമ്മൾ സ്റ്റിയറിങ് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ബാലൻസ് കിട്ടില്ല. ഇപ്പോൾ നമ്മൾ ചെറിയൊരു വളവ് വന്നപ്പോൾ ചെറുതായിട്ടും തിരിച്ചു കൊടുത്തിരിക്കുകയാണ്. നമ്മൾ റോഡിലൂടെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് ആ റോഡ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എങ്ങോട്ടാണ് സ്റ്റിയറിങ് തിരിക്കേണ്ടതെന്ന്. പ്രത്യേകിച്ച് വൈറ്റ് ലൈൻസ് ഒക്കെ ഉള്ള റോഡാണെങ്കിൽ നമ്മളിപ്പോൾ ലെഫ്റ്റ് സൈഡിലൂടെയാണല്ലോ പോകുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ആ വൈറ്റ് ലൈൻസ് എങ്ങോട്ടാണ് തിരിയുന്നത്, അല്ലെങ്കിൽ റോഡിൻ്റെ സൈഡ് എങ്ങോട്ടാണ് തിരിയുന്നത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് സ്റ്റിയറിങ് അങ്ങോട്ടാണ് തിരിക്കേണ്ടതെന്ന് മനസ്സിലാവും. സ്റ്റിയറിങ് കൺട്രോളിങ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സിമ്പിളായിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട്. ഗിയർ കൺട്രോളിങ്ങിനും ക്ലച്ച് കൺട്രോളിങ്ങിനൊക്കെ വെച്ച് നോക്കുമ്പോൾ സ്റ്റിയറിങ് കൺട്രോൾ ചെയ്യാനാണ് നമുക്ക് ഏറ്റവും ഈസി. നമ്മൾ
നമ്മൾ ജസ്റ്റ് ആ റോഡ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ വളവൊക്കെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. അതിൻ്റെ ഒരു നാക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ വലത്തേക്ക് ഒരു വളവ് വരികയാണ്. അപ്പോൾ ഞാൻ സ്റ്റിയറിങ് നല്ലോണം ഒന്ന് വലത്തേക്ക് തിരിച്ചു കൊടുത്തു. അത്യാവശ്യം വലിയൊരു വളവാണ്. അപ്പോൾ നമുക്ക് ഈ വളവ് കഴിഞ്ഞിട്ട് സ്റ്റിയറിങ് സ്റ്റഡി ആക്കി കൊടുക്കാം. ഞാൻ ഗിയർ ഒന്ന് ഷിഫ്റ്റ് ചെയ്യുകയാണ്. സെക്കൻഡ് ഗിയർ ഇടുകയാണ്. ഇവിടെ അടുപ്പിച്ച് 2 വളവ് വരുന്നുണ്ട്. ഇവിടെ അടുപ്പിച്ച് 2 വളവ് വന്നുകൊണ്ട് എനിക്ക് ലെഫ്റ്റിലോട്ട് സ്റ്റിയറിങ് നല്ലപോലെ തിരിക്കേണ്ടി വന്നു. അതുപോലെ തന്നെ റൈറ്റിലോട്ടും അതുപോലെ വേഗം സ്റ്റഡി ആക്കേണ്ടി വന്നു. പിന്നെ നമ്മൾ വളവിലൂടെയൊക്കെ പോകുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഹോൺ അടിക്കണം. ഇല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വണ്ടി വരുമ്പോൾ നമ്മൾ അറിയില്ല. അതുകൊണ്ട് ആക്സിഡൻറ്റ് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് വളവിൽ. സോ നമ്മൾ നല്ലപോലെ ഹോൺ അടിച്ചിട്ട് വേണം വളവിൽ പോകാൻ. നമ്മളിപ്പോൾ വീണ്ടും ഗിയർ മാറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മൾ വളരെ സ്മൂത്ത് ആയിട്ടാണ് ഗിയർ മാറ്റിയത്. നമ്മൾ ഗിയർ മാറ്റുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ നമുക്ക് സ്റ്റിയറിങ്ങിൻ്റെ ബാലൻസ് പോണത്. അതിനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രാക്ടീസ് ഇല്ലാത്തത് തന്നെയാണ്. നമ്മൾ ഗിയർ മാറ്റുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല സ്റ്റിയറിങ് എങ്ങോട്ടാണ് പോണേന്ന്. അപ്പോൾ നമുക്ക് സ്റ്റിയറിങ്ങിൻ്റെ ബാലൻസ് പോകും. നമ്മളപ്പോൾ ഗിയറിൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും. കാരണം ഇപ്പോൾ ഏതിലാണ് കിടക്കുന്നത്, ഇനി ഏതിലോട്ടാണ് മാറ്റേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കും നമുക്ക്. അപ്പം നമ്മൾ ഗിയറിലേക്ക് മാത്രം ശ്രദ്ധിക്കുമ്പോഴാണ് നമ്മുടെ കയ്യിൽ നിന്ന് സ്റ്റിയറിങ്ങിൻ്റെ ബാലൻസ് പോകുന്നത്. അപ്പം നമ്മൾ ആദ്യം ഗിയർ ഷിഫ്റ്റ് ചെയ്ത് നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് മാറ്റുമ്പോൾ ഉള്ളൊരു കൺഫ്യൂഷൻ മാറിക്കിട്ടും. അപ്പോൾ പിന്നെ നമുക്ക് സ്റ്റിയറിങ്ങിലേക്ക് കുറച്ചുകൂടെ ശ്രദ്ധിക്കാൻ പറ്റും ഗിയർ മാറ്റുന്ന സമയത്ത്. ചെറിയ വളവുകൾ വരുമ്പോൾ നമ്മൾ ചെറുതായിട്ടും തിരിച്ചു കൊടുത്താൽ മതി. ഇതിപ്പോൾ വലത്തേക്ക് ഒരു വളവുണ്ട്. അപ്പോൾ നമുക്ക് വലത്തേക്കും തിരിച്ചു കൊടുക്കാം സ്റ്റിയറിങ്. ഞാനിപ്പോൾ ഡ്രൈവിംഗ് ട്യൂട്ടോറിയൽ വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന സ്ഥലം ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇത് സൈലന്റ് വാലിയുടെ ഒരു ഭാഗമാണ്. ഇപ്പോൾ തത്തേങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇത് സൈലന്റ് വാലിയുടെ ഒരു ഭാഗമാണ് കേട്ടോ. ഇതിപ്പോൾ ഫോറസ്റ്റിൻ്റെ ഓഫീസൊക്കെയാണ്. ഇപ്പോൾ ഇവിടെ ഒരു സിംഹവാലൻ കുരങ്ങൻ വന്നായിരുന്നു. ഈ മരത്തിൽ നിന്ന് അങ്ങോട്ട് ചാടിപ്പോയി. ഇവിടെ കാണാനൊക്കെ അടിപൊളി സ്ഥലങ്ങളാണ്. അപ്പോൾ എന്തായാലും ഞാനൊരു വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എന്തായാലും വന്നിരിക്കും.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്ന് നമ്മൾ സ്റ്റിയറിംഗ് ബാലൻസിനെ കുറിച്ച് മാത്രമേ നോക്കിയിട്ടുള്ളൂ. എല്ലാം കൂടെ ഒരുമിച്ച് പറഞ്ഞ് എല്ലാം കൂടെ കൺഫ്യൂസ് ആവണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ സ്റ്റിയറിംഗിൻ്റെ ബാലൻസ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ശരിയാവുന്ന കാര്യം തന്നെ ഉള്ളൂ. അപ്പോൾ ഇനി ഇതുപോലൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതിനു മുന്നേ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും ഷെയറും ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ.